നിനക്കിപ്പോ എങ്ങനുണ്ട്? നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ മേഘ? ഇവന്റെ സംസാരശേഷി പോയോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഞാൻ നടന്നു തുടങ്ങിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറയാതെ നീ അറിയില്ലല്ലോ. മാർക്കോയെ നീ കൊല്ലാൻ പോയപ്പോ എനിക്കെന്റെ സമനില തെറ്റിപ്പോയി. അവിടെ പിന്നെ സത്യം മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ഈ രഹസ്യത്തിന് അധികം ആയുസില്ല. നീ റിക്കവറായി വന്നാൽ എല്ലാവരും അറിയും കണ്ണൻ പഴയ കണ്ണനായെന്ന്. ഈ അവസ്ഥയിലാണ് നീ കിടക്കുന്നത്. എങ്കിലും പറയുക, വീൽ ചെയറിലിരിക്കുമ്പോൾ പോലും കണ്ണന്റെ മനസ്സിന് നല്ല ബലം ഉണ്ടായിരുന്നു. ഇപ്പോ എനിക്ക് മറ്റുള്ളവരെ പോലെ നടക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് വീഴില്ല. ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിന്റെ കാര്യം നോക്കി ജീവിച്ചോണം. എന്നെയും എൻ്റെ കുടുംബത്തെയും ശല്യം ചെയ്യരുത്. എൻ്റെ കുടുംബമെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും. എനിക്ക് നടക്കാൻ കഴിയുമെന്ന് നിനക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ മഹിയുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റേതാണെന്ന് മനസ്സിലാക്കാനും നിനക്ക് വലിയ പാടൊന്നുമില്ല. അതേടാ, ആ കുഞ്ഞിന് ഒരച്ഛനേ ഉള്ളൂ. ആ അച്ഛൻ ഈ ഞാനാ. എന്നിട്ടും പല ആണുങ്ങളെയും ചേർത്ത് അയാളെ വിഷമിപ്പിക്കുമ്പോഴും എല്ലാം ഉള്ളിലൊതുക്കി നിന്നത് നിന്റെയൊക്കെ ഉള്ളിൽ അത്രയ്ക്ക് വിഷമുള്ളതുകൊണ്ടാ. നീയൊക്കെ എൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഭയന്നിട്ടാ. നിനക്കിനി എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. കാരണം ഈ ജന്മത്തില് നിനക്കിനി നന്മയുള്ളൊരു ഹൃദയം ഉണ്ടാവില്ല. ആരെയും സ്നേഹിക്കാനും കഴിയില്ല, സ്വത്തിനെയും പണത്തിനെയും അല്ലാതെ. തലയ്ക്കാണ് പാറക്കല്ല് വീണത്. അതുകൊണ്ട് തലയിലെ പല വെയിനുകളും പൊട്ടിപ്പോയിരിക്കുക. തലച്ചോറിന് വരെ ക്ഷതം തട്ടിയിട്ടുണ്ട്. ഒരു മേജർ സർജറി വേണ്ടിവരും. എന്നാലും അയാൾ പഴയതുപോലെയാകാൻ സാധ്യത കുറവാ. ഞാൻ ചെന്നപ്പോൾ മേഘന് ബോധമുണ്ടായിരുന്നു, പക്ഷേ ഒന്നും സംസാരിച്ചില്ല. അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അയാളിപ്പോൾ കോമാ സ്റ്റേജില്ല. ഈ ഡെഡ് ബോഡി കണക്കെ കിടക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയിലാണ്. ഒന്ന് സംസാരിക്കാനോ കൈകാലുകൾ അനക്കാനോ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വന്നേക്കാം. ഇതുപോലെയുള്ള കേസുകളിൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാർക്കോയെ കാറ് കൊണ്ടുവന്ന് ഇടിച്ചു വീഴ്ത്തിയതല്ലേ, അതിൻ്റെ ഫലം അയാൾക്ക് കിട്ടാതിരിക്കുമോ? മാർക്കോ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവനേക്കാളും കഷ്ടമായിരുന്നു മാർക്കോയുടെ അവസ്ഥ. എന്നാൽ മാർക്കോ ഇപ്പം സാധാരണ നിലയിലായി. ഈ മേഘനെ പക്ഷെ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ദൈവത്തിന്റെ പിന്തുണയൊന്നും അയാൾക്കില്ലല്ലോ. എന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോയതും കൊല്ലാനായിരുന്നു ഡോക്ടർ. എടോ, ഡോക്ടർക്കാരുടെയും ജീവൻ എടുക്കാൻ സാധിക്കില്ല, ജീവൻ നിലനിർത്താനല്ലാതെ. അല്ലെങ്കിൽ ഞാൻ അവനോട് കരുണ കാട്ടില്ലായിരുന്നു. വേണ്ട സാർ, അവനെപ്പോലുള്ളവര് കിടന്ന് നരയിക്കണം. അതിനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാ. എനിക്കൊന്ന് മാർക്കോയെ കാണാൻ പറ്റുമോ ഡോക്ടർ? ഞാൻ നഴ്സിനെ വിളിച്ച് പറയാം. കണ്ണം പോയി കണ്ടോളൂ. ശരി ഡോക്ടർ. ശരി. അത് നന്നായി സാറേ, അവൻ കോമയിലായത്.
അതവന്റെ ഭാഗ്യമാ. അല്ലെങ്കിലേ ഇതിനകത്തിട്ട് ഞാൻ അവനെ തീർത്തേനെ. എന്തായാലും സാറിൻ്റെ കാര്യത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ശബരിമലയിൽ നിന്ന് വീണവനും കോമയിലായി പോയതുകൊണ്ടാ സാറ് നടക്കുന്നതെന്ന സത്യം ആരും അറിയാതിരുന്നത്. ഇപ്പോൾ ദേ നോക്ക്, മേഘൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും SIയോട് ആ കഥ മാറ്റി പറയാനുള്ള ബുദ്ധി ആരാ നിനക്ക് ഉപദേശിച്ചു തന്നത്? അത് അപ്പം തോന്നിയ ഐഡിയ സാറേ. അല്ല, സാറിനെ കാണാനായിട്ടാ SI അങ്ങോട്ട് വന്നത്. ആ നേരത്ത് സാറെന്തെങ്കിലും മാറ്റി പറഞ്ഞോ? മാറ്റി പറഞ്ഞേനെ. പക്ഷേ നീ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആദ്യം തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ അത് തന്നെ സത്യമെന്ന് ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. സാറേ, സാറാണ് തലയ്ക്ക് പാറക്കല്ലെടുത്തിട്ടെന്ന് പറഞ്ഞ അതോടെ നമ്മൾ മൂടി വെച്ച പലതും പൊളിയും. എന്ന് മാത്രമല്ല, സാറ് പ്രതിയും ആവും. ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷയ്ക്കായിട്ടാ അങ്ങനെ ചെയ്തതെന്ന് SIക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി കേസ് ബലക്കത്തില്ല. എന്ന് മാത്രമല്ല, മേഘൻ റിക്കവറായി വന്ന അവനാണ് ഇവിടെ പ്രതി. അതിന് സാറ് സാക്ഷിയാണല്ലോ. അല്ലെങ്കിലും ആ SIക്ക് നമ്മളെയൊക്കെ തിരിച്ചറിയാവടാ. നിന്നെ പ്രത്യേകിച്ചും അറിയാം, മേഘനെയും. അതുകൊണ്ട് അദ്ദേഹം തന്നെ FIR ഇടുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കും. എന്ന് വെച്ചാൽ രക്ഷപ്പെടാനുള്ള പഴുതുകളൊക്കെ അദ്ദേഹം തന്നെ എഴുതി തയ്യാറാക്കി തരുമെന്ന അർത്ഥം. അത് ശരിയാ. പോലീസുകാരെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാറേ. അതുകൊണ്ട് എവിടെ ചെന്നാലും നമുക്കെല്ലാവരും ഒരു മാന്യത തരും. ഇവിടെ അങ്ങനെ തന്നെ. ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർക്കും ജീവനക്കാർക്കൊക്കെ എന്നെ അറിയാം. ഞങ്ങൾ എത്ര ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാ. എത്രയോ ആൾക്കാർക്ക് ബ്ലഡ് കൊടുത്തിട്ടുള്ളതാ. അല്ലടാ ലോപ്പസേ? അതെ അതെ, അതിൻ്റെ ഒരു സ്നേഹം എല്ലാവരും കാണിച്ചു സാറേ. എന്തായാലും മാർക്കോയുടെ കാര്യം ഇപ്പോഴും ഡോക്ടർക്ക് വലിയ അത്ഭുതമായിരിക്കാം. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം പറയുന്നേ. എങ്കിലും നിന്റെ തലയിലും ശരീരത്തിലുള്ള മുറിവുകൾ പെട്ടെന്ന് നികന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. നിന്നെ നോക്കി എല്ലാവരും അത് തന്നെയാ പറയുന്നേ. പഴനിയാണ്ടവൻ കാത്തതാ സാറേ. എടാ മാർക്കോ, തലയിലെ മുറിവൊക്കെ നന്നായിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് പഴനി പോണം. തല മുണ്ടനം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകാറുണ്ട് സാറേ. വേൽമുരുകനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ നിന്നോളും. മുമ്പൊക്കെ എല്ലാ തൈപ്പുയത്തിനും കാവടി എടുക്കുമായിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ട് അതൊക്കെ നിർത്തിവെച്ചിരിക്കുക. അതുകൊണ്ടാ ഇപ്പൊ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇങ്ങനൊരു ശിക്ഷ ദൈവം തന്നത്. നീ തൈപ്പോയത്തിന് കാവടി എടുത്തില്ലെങ്കിലും ദൈവം നിന്റെ കൂടെ കാണും മാർക്കോ. ഇവിടെ എന്നെ രക്ഷിക്കാനായിട്ട് വന്നോണ്ടാ നിനക്ക് ഇത്രയും സംഭവിച്ചത്. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ചത്തു കളയുന്നതല്ലേ നല്ലത്. അതെ അതെ, ഇപ്പോഴും ഇവന്റെ കൂടെ പോവാത്തതിന്റെ കുറ്റബോധത്തിലാ ഞാനും. കൂടെ വന്നിട്ട് പ്രയോജനമില്ലാന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞില്ലേ ലോപ്പസേ? ശരിയടാ, ബുള്ളറ്റിലാണ് അവൻ 100 കിലോമീറ്റർ സ്പീഡിൽ കാറ് കൊണ്ടുവന്ന് കയറ്റിയത്. അവിടെ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ നേരത്തെ എല്ലാം കണ്ണിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ സംഭവിക്കേണ്ടത് മാത്രം സംഭവിച്ചത്. അവൻ രക്ഷപ്പെടുവോ സാറേ? രക്ഷപ്പെട്ടാലും അവൻ അടുത്തൊന്നും എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല. സംസാരം പോലും പോയില്ലേ. ഇതുപോലുള്ളവനൊക്കെ അങ്ങനെ കിടക്കുന്നതാണ് നല്ലത്. അവനൊന്നും പെട്ടെന്ന് പോകാൻ പാടില്ല സാറേ. ഇനിയും ഒരുപാട് അനുഭവിക്കാനുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് പെൺകുട്ടികളുടെ പ്രാക്കില്ലേ അവൻ്റെ തലയിൽ. ആ മഞ്ജുവിൻ്റെയും മാനസയുടെയും ഉൾപ്പെടെ. അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ ഒരുപാട് ശല്യം ചെയ്തില്ലേ അവൻ. അവിടെയാ
അവന് പിഴച്ചുപോയത്. മഹാലക്ഷ്മി ഒരു നിസ്സാരക്കാരിയായ പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാർ. നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ പോലും ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ വേർപിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഈ മണ്ടന്മാർക്കൊന്നും മനസ്സിലാവില്ല. ആ അപ്പോഴേ ലോപ്പസിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് ഇട്ടിട്ടുണ്ട്. ആ നിന്റെ അക്കൗണ്ടിലേക്കും. അയ്യോ സാറേ, എനിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതാ. അത് മാത്രമല്ല, ഈ ഹോസ്പിറ്റലുകാർ എനിക്ക് ഒരുപാട് സൗജന്യങ്ങൾ ചെയ്തു തരാതിരിക്കില്ല. ഇവിടുന്ന് ഇറങ്ങിയാലും ജീവിക്കണ്ടേ? അതിനുള്ള തുക എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടെന്നൊന്നും പറയരുത്. എനിക്ക് വേണ്ടിയിട്ടാ മാർക്കോ നീ ഇപ്പോഴും ഈ കിടപ്പ് കിടക്കുന്നേ. നീ എങ്ങോട്ട് പോവാടി? എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എല്ലാ ദിവസവും പോയി മോളെ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ആരെയ്യൂടെ? ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ടാ ഞാൻ പോകുന്നത്. ജോലി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാരെയും നീ ഒതുക്കി ഒരു മൂലയിൽ വെച്ചിരിക്കുക. എന്തായാലും നീ ഇന്ന് അവളെ കാണാൻ പോകുന്നില്ല. അത് പറയാൻ അമ്മയ്ക്കെന്താ അധികാരമുള്ളത്? അമ്മയാകാൻ പോകുന്ന എന്റെ മോളെ എനിക്ക് കാണണം. അവൾക്ക് വേണ്ടതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുകയും വേണം. കൊടുത്തോടത്തോളം ഒക്കെ മതിയടി. ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാമോടി? അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന ഒരുത്തിക്ക് എന്തിനാടി അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നേ? എന്തിനാ അവളെ എന്നൊന്നും കാണാൻ പോകുന്നത്? അതെന്റെ ഇഷ്ടം. എന്റെ മോള് പ്രസവിക്കാൻ പോകുന്നത് എന്റെ പേരക്കുട്ടിയാ. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എന്റെ മോള് ജന്മം നൽകണം. അതിനുവേണ്ടി എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്തേ പറ്റൂ. മര്യാദക്കകത്തേക്ക് കയറി പോവാനാ നിന്നോട് പറഞ്ഞേ. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവളെ കാണാൻ പോവാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. ഇതേ എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യും. ഇവിടേക്ക് വരണ്ടാന്ന് പറയാനുള്ള അവകാശമൊന്നും അമ്മയ്ക്കില്ല. പിന്നെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, അമ്മയുടെ തറവാട്. അവിടേക്ക് ഞാൻ വരണ്ടെന്ന് അമ്മയ്ക്ക് ധൈര്യത്തോടെ പറയാം. ഈ വീട്ടിൽ പ്രതാപേട്ടനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. കേട്ടോ പ്രതാപ ഇവള് പറയുന്നേ? കണ്ണി കണ്ടവന്റെ ഒക്കെ പിന്നാലെ നടന്ന് പേരുദോഷം കേൾപ്പിച്ച ഒരുത്തെ കാണാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവൾ എന്നോട് പറഞ്ഞ ഭാഷയാണ് നീ ഇപ്പൊ കേട്ടത്. അമ്മ നിന്നെ ഇവിടുന്ന് പോവാൻ വിലക്കിയിട്ടുണ്ടെങ്കിൽ നീ ഇനി ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ മോളെ കാണാനായിട്ട് പോകാൻ ഇറങ്ങിയതാണെങ്കിൽ ആർക്കും എന്നെ തടയാൻ പറ്റില്ല. ഞാൻ പോയിരിക്കും. നീ പോകൂ? പോകോടി. ഒരുത്തന്റെ ബൈക്കിൽ ലോറി ഓടിച്ച് കയറ്റിയത് ഒരു തുറുപ്പ് ചീട്ടാണ്ട് നീ ഇപ്പോഴും കൊണ്ട് നടക്കുക. അതും പറഞ്ഞ് നീയും നിന്റെ മോളും എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കുക. ആ കഥകളെ ഇനി കണ്ണം വിശ്വസിക്കാത്തടത്തോളം കാലം ആ ഭീഷണി വില പോത്തിനടി. മര്യാദക്ക് ഈ വീട്ടിനകത്തങ്ങ് ഒതുങ്ങിക്കോ. നീ എന്താടി ഒരു പുച്ഛം? ഇനി എന്റെയോ അമ്മയുടെയോ അനുവാദമില്ലാതെ നീ നിന്റെ മോളെ കാണാൻ പോവില്ല എന്ന് മാത്രമല്ല, അവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവങ്ങളുടെ മുമ്പിൽ പോലും നീ പോവില്ല. അമ്പലത്തിലെ പൂജാരിയെ കാണാൻ പോലും ഇനി അവസരം ഉണ്ടാവില്ലെന്നാണ് നിന്റെ കെട്ടിയോൻ നിന്നോട് ഇപ്പൊ പറഞ്ഞത്. അമ്മയായി പോയി. അതുകൊണ്ടാ ഇതിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റാത്തത്. എനിക്കെന്റെ മോളെ കണ്ടേ പറ്റൂ. അമ്മ ഇങ്ങോട്ട് മാറാൻ നോക്ക്. വന്നപ്പോ നീ എങ്ങോട്ടീ പോന്ന? അമ്മയോട് മാറി നിൽക്കാൻ പറഞ്ഞു. അവിടെ നിൽക്കടി, അവിടെ നിൽക്കാൻ. നിന്റെ ഒരു പോക്ക്. അമ്മയെ പിടിച്ച് തള്ളുന്നോ? കിളിത്തട്ട് കളിക്കാതെ അകത്തോട്ട് പോന്നോടി. ഞാൻ പോകും, അകത്തോട്ടല്ല. അങ്ങനെ നീ പോകുന്നു കാണട്ടെ. കേക്കില്ലടി, നിന്റെ കെട്ടിയോൻ പറഞ്ഞ നീ കേക്കില്ലല്ലേ?
വീടങ്ങോട്ട്. നിക്കടി അവിടെ. വീടാനാ പറഞ്ഞത്. പ്രതാപേ, പ്രതാപേ, ഇനി ഇവളെ വെച്ച് വഴിക്കാൻ പാടില്ലടാ. നിന്റെ കൈയുടെ ചൂടറിയാനുള്ള സമയം കഴിഞ്ഞു പോയടാ. ഏയ്, ഓടി. ഇങ്ങോട്ട് ഓടി. ഇങ്ങോട്ട് ഓടി. കേറ്. ഓടി. 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 ഇങ്ങോട്ട് കേറ്. കേറി. ഓടി. ധൈര്യം. ഓടി അവിടെ. ഇവിടെ ഇവിടെ കിടന്നോളാം. അടിച്ചതിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും. ദേ, എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ദാ, ഇനി നമ്മുടെ നേരെ ഇവളുടെ നാവ് പൊങ്ങരുത്. ഇനി ഇവള് മോളെ കാണാൻ പോകുമ്പോ ഇന്നത്തെ ദിവസം ഇവൾ ഓർക്കണം. അതോടെ മുന്നോട്ട് നടന്ന കാല് പിന്നോട്ട് വെക്കണം. തല്ലി കൊല്ലടാ ഇവളെ. ഏയ്, ദേ, ഏയ്, എന്നെ നിന്റെ മോളെ കാണുന്നുണ്ട്. ഞാനും അമ്മയും പറയുന്നത് നിനക്ക് പറഞ്ഞത് പറയലടി. അവളെ ചവിട്ടി ചമ്മന്തിയാക്കടാ. എന്റെ മോനെ വേണ്ട. നിന്റെ ശബ്ദം കാലവടി ഞാൻ സഹിക്കുന്നു. മോളുടെ മുകളിൽ പോയി വെച്ചിട്ട് കൊല്ലവളെ. എന്റെ കയ്യെല്ലാം കണ്ടില്ലേ മാതി പറിച്ചു. പക്ഷേ അമ്മയുടെ നേരെ നീ കൈ അവള് മോളെ കാണാൻ പോകുന്നു. മോളെ അവിടെ മോള്. അടിച്ച് പിരിക്കടാ. വെച്ചേക്കരുത് അവളെ. ആ, മാർക്കണ്ഡേയന്റെ പേരില് ഇന്ന് രാവിലെ തന്നെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഒക്കെ നടത്തിയിരുന്നു. ആപത്തെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സംഭവിക്കട്ടെ തിരുമേനി. പെട്ടെന്ന് വീട്ടിലെത്തണം. അമ്മയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് എത്ര പറഞ്ഞാലും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കില്ലല്ലോ. 7 മാസം എല്ലാ പെൺകുട്ടികളും സ്വന്തം വീട്ടിലെ പോയി നിൽക്കുന്നത്. മഹിയുടെ വീട്ടിൽ എന്തായാലും അങ്ങനെ കൊണ്ടു നിർത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ ആ സമയത്തെങ്കിലും അമ്മയോട് നമുക്കിപ്പം വന്നു നിൽക്കാൻ പറയണം. എനിക്ക് മഹിയെ നോക്കാൻ പ്രയാസമൊന്നുമില്ല. എങ്കിലും ആ അമ്മയ്ക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് പറഞ്ഞു നോക്കാം. എന്താ എന്താ ലേഖേ? ദേ, അത് മഹിയുടെ അമ്മയല്ലേ ഇരിക്കുന്നത്? അമ്മ അമ്മ എന്താ അമ്മ ഇവിടെ ഇരിക്കുന്നേ? അയ്യോ, ഇതെന്താ മുഖത്ത് പാടൊക്കെ? ചുണ്ടും മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അമ്മ സംഭവിച്ചേ? അമ്മയുടെ തല്ലിയോ?
എന്താ അമ്മ പറയാൻ മടിക്കുന്നേ? എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പറ. ഞാൻ മോളെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെട്ടെന്ന് അമ്മയും മോനും കൂടെ എന്നെ തടഞ്ഞു. ആ സമയത്ത് അമ്മയായിട്ട് വലിയ സംസാരം ഉണ്ടായി. അതിഷ്ടപ്പെടാതെ രണ്ടാളും കൂടെ എന്നെ മുറിയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. കരുണയുടെ അച്ഛൻ എന്നെ മുതല് തല്ലി മോളെ. അയ്യോ, അയാളുടെ അമ്മ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്തു.